ആകാശമേഘങ്ങളെ വരിക വന്ദങ്ങളാ, രാവിന്റെ ദീപങ്ങളാ തെളിയു താരങ്ങളേ. ആകാശമേഘങ്ങളെ വരിക വന്ദങ്ങളാ, രാവിന്റെ ദീപങ്ങളാ തെളിയു താരങ്ങളേ. തളിയണിയും തരുനിരയും കുളിരേകും ചോലകളും സ്തുതി പാടും കീർത്തനമൊന്നായി പാടാം സ്വർഗീയ സംഗീതമാ. സങ്കീർത്തന ഗാനങ്ങളാൽ പാടി സ്തുതിച്ചെന്നുമേ സത്യദൈവ സുനുവിനെ വാഴ്ത്താം. സങ്കീർത്തന ഗാനങ്ങളാൽ പാടി സ്തുതിച്ചെന്നുമേ സത്യദൈവ സുനുവിനെ വാഴ്ത്താം. ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളാ, രാവിന്റെ ദീപങ്ങളാ തെളിയു താരങ്ങളേ. അലകടൽ മീതെ നീ നടന്നു അന്ധനു കാഴ്ചയേകി. അലകടൽ മീതെ നീ നടന്നു അന്ധനു കാഴ്ചയേകി. അഞ്ചപ്പവും മീനും അയ്യായിരങ്ങൾ കേകി. ഗാനങ്ങളാൽ പാടി സ്തുതിച്ചെന്നുമേ സത്യദൈവ സുനുവിനെ വാഴ്ത്താം. സങ്കീർത്തന ഗാനങ്ങളാൽ പാടി സ്തുതിച്ചെന്നുമേ സത്യദൈവ സുനുവിനെ വാഴ്ത്താം. ആകാശമേഘങ്ങളെ വരിക വർണ്ണങ്ങളാ, രാവിന്റെ ദീപങ്ങളാ തെളിയു താരങ്ങളേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട മഞ്ഞുമ്മൽ ആശ്രമത്തിൻ്റെ പ്രിയോരും ഇടവക വികാരിയുമായ ടൈറ്റസ് കാരിക്കശ്ശേരി അച്ച, സഹവികാരിയായ ടിനുവച്ച, ഇന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സെൽട്ടണച്ച, ജെയ്സനച്ച, ബോബിയച്ച, മറ്റു വൈദികരെ, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മായ കർമ്മലീത്ത സഭാംഗങ്ങളെ, തിരുനാളിന് നേതൃത്വം നൽകുന്ന ബേബി അഗസ്റ്റിൻ, ദർശന സമൂഹങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അമലോത്ഭവ മാതാവിൻ്റെ
തിരുനാള് സാഘോഷം കൊണ്ടാടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ നല്ല ദിവസങ്ങളുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. മഞ്ഞുമ്മൽ അമലോത്ഭവ ദേവാലയത്തിൻ്റെ ഈ തിരുനാള് ഒരു ഇടവകയുടെ തിരുനാളല്ല, മറിച്ച് അതിനപ്പുറം ഒരു നാടിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പരമ്പരാഗതമായിട്ട് നാട്ടിലുള്ള എല്ലാവരും തിരികെ വന്നിട്ട് എല്ലാം മറന്ന് ആഘോഷിക്കുന്ന ദിവസങ്ങൾ. എന്നാൽ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെ മാനിച്ചുകൊണ്ട് ഈ വർഷം പുറമേയുള്ള ആഘോഷങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി, എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ ആദരവോടുകൂടെ തന്നെ ഈ തിരുനാള് നമ്മളേവരും ആഘോഷിക്കുകയാണ്. മറിയത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിന് എന്നും ഈ പരിസരവാസികൾ തൽപരരായിരുന്നു. മഞ്ഞുമ്മൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മക്കളെന്ന് പറയുന്നതിൽ എന്നും അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹം. ഈ മനോഭാവം ഇനിയും തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് അമലോത്ഭവനാഥയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം നിറഞ്ഞ ലോകത്തിലേക്ക് പാപമില്ലാത്ത യേശുനാഥൻ കടന്നു വന്നു. അവിടത്തേക്ക് കടന്നു വരുവാനായിട്ട് വഴിയൊരുക്കിയ പരിശുദ്ധ കന്യകാമറിയത്തെ സഭ നിർമ്മല അല്ലെങ്കിൽ പാപം ഇല്ലാതെ ജനിച്ചവളെന്ന് പ്രഘോഷിച്ചു. ഈ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപമില്ലാതെ ഉത്ഭവിച്ചവൾ മാത്രമല്ല, പാപമില്ലാതെ ജീവിച്ചവളും പാപമില്ലാതെ കടന്നുപോയവളുമാണ്. ഇതാണ് അമ്മയും നമ്മളും തമ്മിലുള്ള വലിയ അന്തരം. പാപത്തോടെയാണ് നാമൊക്കെ ജനിക്കുന്നത്. എന്നാൽ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ പാപാവസ്ഥ മാറ്റി വിശുദ്ധിയുടെ തൂവെള്ള വസ്ത്രം അണിയുന്ന നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നു. അമലോത്ഭവനാഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന ഇതായിരിക്കണം: മറിയമേ, നിന്നെപ്പോലെ പാപരഹിതമായ ജീവിതം ഞങ്ങൾക്ക് നയിക്കുവാനായിട്ട് സഹായമരണമേ എന്ന്. ഇന്ന് ഈ തിരുനാൾ അവസരത്തിൽ പരിശുദ്ധ നാഥയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാറ്റിവച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കർമ്മലീത്ത സഹോദരന്മാരെയും സഹോദരിമാരെയും, അൽമായ കർമ്മലീത്ത സഹോദരന്മാരെയും സഹോദരിമാരെയും, തിരുവുത്തിരയത്തിൽ വിശ്വസിച്ച് അത് ഉപയോഗിക്കുന്ന ഓരോരുത്തരെയും, കർമ്മല മാതാവിനോട് ഭക്തി പ്രകടിപ്പിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ദിവസം. കർമ്മലനാഥ എന്ന വാക്ക് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സംരക്ഷണത്തിൻ്റെ വലിയ ഒരു അടയാളമാണ് കടന്നു വരിക. നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവിനോട് സംരക്ഷിക്കണമേ എന്ന്. പാപത്തിൻ്റെ അവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിച്ച് പരിശുദ്ധമായി ജീവിച്ചുകൊണ്ട് പരിശുദ്ധമായി കടന്നു പോകുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വിശുദ്ധ ബലി നമുക്ക് തുടരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതരാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാതീവസൂനുവേ, കർത്താവാം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധ ആത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോടാരു പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. 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 പർവ്വതങ്ങളിലേക്കു കണ്ണുയർത്തി ഞാനിന്നു ചോദിപ്പൂ ധ്യാനമാർന്നു, എൻ്റെ സഹായം എവിടെ നിന്നെത്തും? എൻ തുണ എങ്ങു നിന്നെത്തുമെന്ന്? എൻ്റെ സഹായം എവിടെ നിന്നെത്തും? എൻ തുണ എങ്ങു നിന്നെത്തുമെന്ന്? വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. എൻ്റെ കാൽ വഴുതാതെ കാക്കുമവൻ, എൻ ജീവനുലയാതെ നോക്കുമവൻ. തിന്മയൊന്നും എന്നെ തൊടുകയില്ല, നന്മയോ പൂമഴ പോലെ പെയ്തിറങ്ങിടും. തിന്മയൊന്നും
പോലെ പെയ്തിറങ്ങിടും. വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. എൻ്റെ പിതാവനുറങ്ങുകില്ല, എന്നെ മറന്നവൻ മയങ്ങുകില്ല. കുഞ്ഞിളം പൈതലെ പോലെ എന്നെ തന്നുടെ മാറിൽ ചേർത്തുണർന്നിരുന്നിടും. കുഞ്ഞിളം പൈതലെ പോലെ എന്നെ തന്നുടെ മാറിൽ ചേർത്തുണർന്നിരുന്നിടും. വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ ദൈവകൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, വാക്യങ്ങൾ 26 മുതൽ 38 വരെ. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക്
ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യട്ടെ. ആമേൻ. വലിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ച ഈ ഇടവക വികാരിയും ആശ്രമ സുപ്പീരിയറുമായ സ്നേഹമുള്ള ടൈറ്റസ് അച്ച, കൊച്ചനായ തിനുവച്ച, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയ കർമ്മലീത്ത വൈദികരെ, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്തിമാരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാവരുടെയും കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ഒരു വ്യക്തിയല്ല, വലിയൊരു മനസ്സാണ്. ക്ഷമാശീലമായി സ്വയം രൂപപ്പെടുത്തിയെടുത്ത വലിയ മനസ്സാണത്. എല്ലാ നന്മകളിലും വെച്ച് മേന്മയേറിയത്. അമ്മ നമ്മളിൽ എല്ലാവരിലും ഒരു ശിശുവിനെ നിലനിർത്തുന്നു. അമ്മയില്ലാതാവുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ഈ ശൈശവമാണ്. അമ്മയ്ക്ക് മാത്രമേ ഇതിന് കഴിയൂ. കാരണം അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും തുളുമ്പിപ്പോകാത്ത ഒരു സ്നേഹമാണ്. ഇതാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നിർവചനം. പരിശുദ്ധ കന്യക മറിയത്തെ നമ്മുടെ അമ്മയായി ക്രിസ്തു നൽകിയപ്പോൾ നമുക്കൊക്കെ ലഭിച്ചത് ഒരു ആത്മീയതയാണ്, ആത്മീയതയുടെ ശൈശവമാണ്. ഒരു കുഞ്ഞ് സ്വന്തം അമ്മയെ എന്തിനും ഏതിനും ആശ്രയിക്കുന്ന പോലെ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾക്ക് കരുത്തു പകരുന്ന നമ്മുടെ ആശ്രയം, അതാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ
കർമ്മലീത്ത ദിനമായി നാം ഇന്ന് ആചരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വൈദികരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തെ ജീവിതത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി സ്വന്തമാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ സ്വന്തമാക്കൽ നടത്തിയവരാണ് എല്ലാ കർമ്മലിത്തരും. വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി സ്വന്തമാക്കുവാൻ എല്ലാം വിറ്റതുപോലെ ആ കണ്ടെത്തൽ, ആ നിധി എന്ന ആ വയലിലെ നിധി കണ്ടെത്തിയത്, ആ കണ്ടെത്തലിന്റെ വലിപ്പം മനസ്സിലായപ്പോൾ ഉള്ളതെല്ലാം കൊടുക്കുവാൻ, ഉള്ളതെല്ലാം വിൽക്കുവാൻ ആ വ്യാപാരി തയ്യാറായതുപോലെ നമ്മുടെ ജീവിതവും ജീവനും ദൈവത്തിനായി സമർപ്പിച്ച ഓരോ കർമ്മലിത്തനും സ്വന്തമാക്കിയത് ദൈവത്തെയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ആ ദൈവത്തെ അന്വേഷിച്ചു, ആ ദൈവത്തെ കണ്ടെത്തി, ആ ദൈവത്തെ സ്വന്തമാക്കി, ആ ദൈവത്തെ ലോകത്തിന് കൊടുക്കാനുള്ള വിളി. ഇതാണ് ഓരോ കർമ്മലീത്തന്റെയും വിളി. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ, ഇന്ന് നമ്മൾ കർമ്മലീത്ത ദിനമായി ആചരിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ സ്വന്തമാക്കാനാണെന്ന്. പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ പാഠമുണ്ട്. ഗലാത്യരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തില് വചനം പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് വിധേയനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, രക്ഷകന്റെ വരവിന് താമസം നേരിട്ടതിന്റെ കാരണം ദൈവം ഒരു നല്ല അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്നതാണ്. ദൈവം ഒരു നല്ല അമ്മയ്ക്ക് വേണ്ടി, അതായത് ഈ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ പരിപൂർണമായി ദൈവഹിതത്തിന് വിധേയയായി തന്റെ ജീവിതത്തിലെ തകർച്ചകളിലും പ്രതിസന്ധികളിലും സമചിത്തതയോടെ നിലനിന്നുകൊണ്ട് പ്രസന്നവതയായി നിലനിന്ന പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം കാത്തിരുന്നത്. ഈ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുക. കുരിശിൻ ചുവട്ടില് നിൽക്കേണ്ടി വന്നപ്പോൾ അതൊരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഏക മകൻ കുരിശിൽ ബലിയായി നൽകിയപ്പോൾ, കുരിശിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ അമ്മ അവിടെയും ചഞ്ചല ചിത്തയാകാതെ, പതറാതെ, തളരാതെ നിന്നവളാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും തകർച്ചകളിലും തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ അതീവ താല്പര്യം കാണിച്ചവളാണ് പരിശുദ്ധ അമ്മ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ തകർച്ചയിലും തന്റെ പ്രതിസന്ധികളിലും തളരാതെ, പതറാതെ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നിൽക്കുവാൻ സാധിച്ചത്? അങ്ങനെ നിലകൊള്ളുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതിന്റെ ഉത്തരം ഇതാണ്. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാരണം നമ്മളൊക്കെ എല്ലാം തലയിലാണ് കൊണ്ടുപോയി വയ്ക്കുന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, കാര്യകാരണ സഹിതം ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നു. അപ്പോ നമ്മൾ അസ്വസ്ഥരാകുന്നു, നമ്മൾ നിരാശരാകുന്നു. കാരണം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. ഹൃദയം ദൈവത്തിന്റെ ഇരിപ്പിടമാണ്. തലയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല. ഇവിടെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വലിയ മാതൃകയായിട്ട് നിലകൊള്ളുന്നത്. അമ്മയുടെ ജീവിതത്തിൽ മംഗളവാർത്തയുടെ നിമിഷം മുതൽ സഹനത്തിലൂടെ കടന്നുപോയിട്ടും പരിശുദ്ധ അമ്മ പതറിയില്ല. സഹനം നിറഞ്ഞ ജീവിതത്തിൽ അമ്മ ദൈവത്തോട് ചേർന്ന് നിന്നു. അതിനുള്ള കരുത്ത് അമ്മയ്ക്ക് ലഭിച്ചത് വിളിച്ചവനിൽ വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ്. എന്നാൽ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ നടുവിൽ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾ ഈ കൊറോണ കാലത്തിലൂടെ കടന്നുപോയിട്ട് ഏതാണ്ട് 1 വർഷമാകുകയാണ്.
ഈ കൊറോണ നമ്മളെ എന്തു പഠിപ്പിച്ചു? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു, പലരും ദൈവത്തിൽ നിന്ന് അകന്നവരുണ്ട്. എന്നാൽ ഒരുപാട് മക്കൾ ദൈവത്തിലേക്ക് അടുത്തു. ഈ കൊറോണ കാലം കുടുംബത്തെ തമ്മിൽ സ്നേഹത്തിൽ അടുപ്പിച്ചു, ദൈവത്തിലേക്ക് അടുപ്പിച്ചു. എന്നാൽ പല അന്യമതസ്ഥരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികൾ പോലും നമ്മിൽ പലരോടും ചോദിച്ചു, എവിടെ നിങ്ങളുടെ ദൈവം? അന്യമതസ്ഥരൊക്കെ ചോദിക്കുന്നു, എന്തു പറ്റി നിങ്ങളുടെ സഭയ്ക്ക്? എവിടെ? എന്തുകൊണ്ട് ദേവാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നു? എന്തുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുന്നു? എല്ലാവരോടും ഒന്നും നമുക്ക് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മുടെ സഭ ഇന്നും ആക്റ്റീവാണ്. എല്ലാ ദേവാലയങ്ങളിലും ഈ പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്തും ബലിയർപ്പണം നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കത്തോലിക്കര് എത്രയോ വൈദികരാണ്, എത്രയോ കത്തോലിക്ക സ്ഥാപനങ്ങളാണ് ക്വാറന്റൈന് വേണ്ടി വിട്ടുകൊടുത്തത്. എത്രയോ കത്തോലിക്കരായ നഴ്സുമാരാണ് സ്വന്തം ജീവനും ജീവിതവും അവഗണിച്ചുകൊണ്ട് കൊറോണ രോഗികളെ ശുശ്രൂഷിച്ചത്. അവിടെയെല്ലാം നമ്മുടെ ദൈവം ആക്റ്റീവായിട്ട്, സഭ ആക്റ്റീവായിട്ട് നിലകൊണ്ടു ദൈവജനത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലത് പഠിക്കണം. ചില സഹനങ്ങളും ചില തകർച്ചകളും ജീവിതത്തിന്റെ ഗതി മാറ്റിവിടുമ്പോൾ അത് ദൈവത്തെ അറിയാനുള്ള അവസരമാണ്. തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു, മംഗളവാർത്ത സ്വീകരിച്ച പരിശുദ്ധ അമ്മ ജീവിതം ആരംഭിച്ചത് ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു. അമ്മയ്ക്ക് ലഭിച്ച വാഗ്ദാനങ്ങൾ നമുക്കറിയാം. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇത്രയും വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തന്റെ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ നോക്കുക, അമ്മ സ്വീകരിച്ച വാഗ്ദാനങ്ങൾക്ക് വിപരീതമായിട്ടല്ലേ ഓരോന്നും ജീവിതത്തിൽ സംഭവിച്ചത്. എന്നിട്ട് അമ്മ എന്തു ചെയ്തു? അമ്മ ഇപ്പോൾ നിൽക്കുന്നത് കുരിശിൻ ചുവട്ടിലാണ്. സഹനത്തിന്റെ നടുവിൽ ഏകമകൻ കുരിശിൽ കിടന്ന് മരിക്കുന്നത് കണ്ടിട്ട് അമ്മ എന്തു ചെയ്തു? ഇത്രയും വാഗ്ദാനങ്ങളൊക്കെ സ്വീകരിച്ചു. തന്റെ പുത്രൻ വലിയവനായിരിക്കും, യാക്കോബിന്റെ ഭവനത്തിന്മേൽ ഭരണം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ പുത്രൻ മരിക്കാൻ പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അമ്മ എന്തു ചെയ്തു? കാൽവരിയുടെ നെറുകയിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട്, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അമ്മ പറഞ്ഞു, ഈ മംഗളവാർത്ത വെറുതെയാ, ദൈവം എന്നൊരാളില്ല, ഞാൻ കണ്ടതെല്ലാം സ്വപ്നമാണ് എന്നൊന്നും അമ്മ വിളിച്ചു പറഞ്ഞില്ല. ഒന്ന് ചിന്തിക്കണം, കുരിശു മരണത്തെക്കുറിച്ച് ഒരു സൂചന പോലും അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ കൊടുത്തില്ല. സഹനത്തെക്കുറിച്ച് ഒരു വാക്കുപോലും അമ്മയോട് പറഞ്ഞില്ല. എന്നിട്ടും അമ്മ ദൈവത്തെ സംശയിച്ചില്ല. ദൈവമില്ലെന്ന് ആരോടും പറഞ്ഞില്ല. ഇത്ര വലിയ തകർച്ചയിലൂടെ കടന്നുപോയിട്ടും സ്വന്തം മകൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടിട്ടും ഒന്ന് ശരിയായി ശ്വാസമെടുക്കാൻ പോലും സാധിക്കാതെ സ്വന്തം മകന്റെ ദാരുണമായ അവസ്ഥ കണ്ടിട്ട്, പട്ടാളക്കാർ അടിക്കുന്നത് കണ്ടിട്ട് അമ്മ ആരുടെയും കാലു പിടിക്കാൻ പോയില്ല. ലോകത്തോട്, ദൈവത്തോട് പഴി പറഞ്ഞില്ല. പിന്നെ അമ്മ എന്തു ചെയ്തു? മുകളിലത്തെ മുറിയിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. അമ്മ ചിതറിപ്പോയ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ മുഴുകി. പിന്നീട് അവിടെ പെന്തക്കോസ്ത സംഭവിക്കുകയാണ്. അതിന് കാരണം പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും അമ്മ പതറിയില്ല. കാരണം അമ്മ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ആദ്യം ചിന്തിക്കുക, ആ ഗബ്രിയേൽ ദൂതനെ ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ കണ്ടാൽ, നമ്മൾ പിന്നെ പറയുന്നത് കേട്ടാൽ ഗബ്രിയേൽ ദൂതൻ പിന്നെ ഒരിക്കൽ പോലും ഭൂമിയിലേക്ക് വരില്ല. കാരണം ഗബ്രിയേൽ ദൂതനാണ് ഇത്രയും വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തത്. പക്ഷെ പരിശുദ്ധ അമ്മ ചെയ്തത്, അവൾ മുകളിലത്തെ മുറിയിലേക്ക് പോയി ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ മുഴുകി. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. നിന്റെ ജീവിതത്തിലെ തകർച്ചകളിൽ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അപ്രതീക്ഷിതമായി സഹനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നീ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാൻ. സ്നാപകൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ
ഈശോ എന്താ ചെയ്തത്? ഈശോ വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി. അതൊരു ക്വാറന്റൈനിലേക്കുള്ള പോക്കായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ക്വാറന്റൈൻ ദൈവത്തിലേക്ക് അടുക്കാനുള്ളതാണ്. ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? ഏലിയ എന്ന് പറഞ്ഞു, ജെറമിയ പ്രവാചകൻ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ജനത്തെ സംബന്ധിച്ചിടത്തോളം അവര് വിചാരിച്ചത്, അവര് കണ്ടത് ദൈവത്തെ, ഈശോയെ അത്ഭുത പ്രവർത്തകനായ ഒരു പ്രവാചകനായിട്ടാണ്. സഹിക്കുന്ന യേശുവിനെ, കുരിശിൽ മരിക്കുന്ന യേശുവിനെ സ്വീകരിക്കാൻ അവരാരും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പുരോഹിതന്മാരാൽ പീഡിപ്പിക്കപ്പെടും, സഹനത്തിലൂടെ കടന്നുപോകും, 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ആരും കുരിശിൽ മരിക്കുന്ന ഈശോയെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്കിഷ്ടം അത്ഭുത പ്രവർത്തകനായ ഈശോയെയാണ്. കാരണം സഹിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു? ചിലർ പറയുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവം എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ ഈ കൊറോണ മാറുന്നില്ല. എന്തിനീ ദുരന്തം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു ദൈവത്തോട് എന്ന് പലരും ചോദിക്കാറുണ്ട്. ദ റോബ് എന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അതില് മാർസലസ് എന്ന സൈനിക മേധാവി കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഒരു പെൺകുട്ടിയെ അവിടെ വഴിയരികില് കണ്ടെത്തുകയാണ്. ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടി. അവൾ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് കണ്ടപ്പോ മാർസലസ് കുതിരയെ നിർത്തി, കുതിരപ്പുറത്തു നിന്നിറങ്ങി അവളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നിനക്കെങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ? ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന അവസ്ഥയിലും നീ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു? അവൾ പറഞ്ഞു, 13-ാമത്തെ വയസ്സില് ശരീരം മുഴുവൻ തളർന്നു പോയവളാണ് ഞാൻ. അന്നെനിക്ക് എല്ലാവരോടും വെറുപ്പായിരുന്നു. എനിക്ക് ആരെയും കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് സഹതപിക്കുന്നവരെയും എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമില്ല. ദൈവത്തെ പഴിച്ചു, ദൈവത്തിനെതിരെ പിറുപിറുത്തു, എന്റെ ജീവിതം അങ്ങനെ തള്ളി നീക്കി. എന്നാൽ സർവശക്തനായ ദൈവം, ആ ദൈവത്തെ ഞാൻ അറിഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ മാർസലസ് ചാടി വീണ് പറഞ്ഞു, നിർത്തു, നിന്റെ ദൈവം സർവശക്തനെങ്കിൽ എന്തുകൊണ്ട് നിന്നെ സുഖപ്പെടുത്തിയില്ല? നിന്റെ ദൈവം സർവശക്തനെങ്കിൽ എന്തുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തിയില്ല? ആ പെൺകുട്ടി പറഞ്ഞു, ആര് പറഞ്ഞു എന്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിയില്ല എന്ന്? എന്റെ ദൈവം എന്നെ സുഖപ്പെടുത്തി. എന്റെ ശരീരത്തെയല്ല, എന്റെ മനസ്സിനെ സുഖപ്പെടുത്തി. മനസ്സിന്റെ സൗഖ്യം എനിക്ക് കിട്ടിയപ്പോൾ ശാരീരിക പരിമിതികൾ ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കിപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നു. എന്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നു. എന്റെ ദേഷ്യം മാറി. ഞാനിപ്പോൾ പിറുപിറുക്കാറില്ല. എന്റെ ദൈവത്തിന്റെ സർവശക്തിയും എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ശരീരത്തിന്റെ പരിമിതികൾ ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് മാതൃകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ പഴിപറയില്ല. ഞാൻ പറയുന്നു, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി നിൽക്കണമെന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ ഉള്ള ശക്തി ദൈവം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പതറിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് സഹനം നമുക്ക് വേദനയായിട്ട് മാറുന്നത്? യേശുവിന്റെ ജീവിതത്തില് സഹനത്തെ സ്നേഹിക്കുവാൻ ഈശോയ്ക്ക് ശക്തി ലഭിച്ചു. ഈശോ പോലും പറഞ്ഞില്ലേ, പിതാവേ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പിതാവ് പോലും ഈശോയെ കൈവിട്ടു എന്ന് തോന്നി കരഞ്ഞ നിമിഷങ്ങൾ. വാസ്തവത്തിൽ ദൈവം ഈശോയെ കൈവിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വേദന അനുഭവിച്ച ഈശോ വിളിച്ചു പറഞ്ഞു, ഈശോ കരഞ്ഞു. എന്നിട്ട് ഈശോ പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. സ്നാപകന്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടപ്പോ സ്നാപകനും സംശയിച്ചു ഈശോയുടെ സ്നേഹത്തെ. എന്തു പറ്റി ഈശോയ്ക്ക്? ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അവന് എന്നെ വന്ന് കണ്ടുകൂടെ എന്ന്
പ്രിയപ്പെട്ടവരെ, സ്നാപകൻ ആളെ അയക്കുന്നുണ്ട്. ആളെ അയച്ചപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടതും കേട്ടതും പോയി അവനോട് പറയുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ കണ്ടതും കേട്ടതും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവൾ ഒരിക്കലും വാഗ്ദാനങ്ങളെ സംശയിച്ചില്ല, ദൈവത്തെ സംശയിച്ചില്ല. ഈ സ്നാപകൻ എന്താണ് കണ്ടത്, എന്താണ് കേട്ടത്? അവൻ കണ്ടതാണ് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നത്. ഈശോ സ്നാനം സ്വീകരിച്ചപ്പോ ദൈവത്തിന്റെ വിളി അവൻ കേട്ടതാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും മറന്നു പോകുന്നത് ഇതാ. എത്രയോ തവണ ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. എത്രയോ തവണ എത്രയോ അപകടങ്ങളിൽ നിന്ന്, നമ്മൾ അപമാനിതരാകേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് പോലും ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കൊറോണ വന്നപ്പോ, ഒരു പ്രതിസന്ധി വന്നപ്പോ നീ നിന്റെ ദൈവത്തെ സംശയിക്കുന്നുവോ? നീ മറന്നുപോയി നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച നന്മകൾ, ദൈവം നിന്നെ പരിപാലിച്ചത്, ദൈവം നിന്നെ സഹായിച്ചത്. നീ നല്ലൊരു കുമ്പസാരം നടത്തിയപ്പോ നീ കരഞ്ഞു പറഞ്ഞിട്ടില്ലേ, ദൈവമേ ഇനി ഒരിക്കലും ഞാൻ ഈ പാപം ചെയ്യില്ല എന്ന്? എന്തുകൊണ്ടാണ്? നിനക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട്. എന്നിട്ട് ഒരു സഹനം വന്നപ്പോ നിന്റെ ദൈവത്തെ നീ ചോദ്യം ചെയ്യുന്നു, നിന്റെ ദൈവത്തെ നീ മറക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്താണ് സ്വന്തമാക്കിയത്? പരിശുദ്ധ അമ്മ ജീവിതം മുഴുവൻ ദൈവത്തെ അന്വേഷിച്ചവളാണ്. മംഗളവാർത്താ സമയത്തും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. കാത്തിരിപ്പ് അന്വേഷണത്തിന്റെ പര്യായമാണ്. അവളുടെ ജീവിതത്തിലേക്കാണ് ദൈവം കടന്നു വന്നത്. അവൾ കാത്തിരുന്നു, അവൾ ദൈവത്തെ സ്വന്തമാക്കി. ആ ദൈവത്തെ അവള് തനിക്ക് വേണ്ടി വെച്ചില്ല, അവൾ ലോകത്തിന് മുഴുവൻ കൈമാറി. നമ്മള് 10, 40, 50, 60 വർഷം പിന്നിടുമ്പോ നമ്മൾ ചോദിക്കണം, ഇത്രയും വർഷത്തെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് സ്വന്തമാക്കി? എന്താണ് നമ്മൾ അന്വേഷിച്ചത്? നമ്മൾ ദൈവത്തെ സ്വന്തമാക്കിയോ? നിന്റെ കുടുംബത്തില് നിനക്ക് മാതാപിതാക്കള് പകർന്നു തന്ന വിശ്വാസം നിന്റെ മക്കൾക്ക് കൈമാറുവാൻ നിനക്ക് സാധിച്ചോ? നിന്റെ ജീവിതത്തിലെ ഇത്രയും വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്താ? എന്താണ് നീ അന്വേഷിച്ചത്? എന്താണ് നിന്റെ മക്കൾക്ക് നീ കൈമാറിയത്? എന്തെല്ലാം മക്കൾക്ക് കൊടുത്താലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവാനുഭവം സ്വന്തമാക്കിയിട്ട് ലോകത്തിന് മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. തോബീദ് എന്ന അപ്പൻ തോബിയാസ് എന്ന മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മകനെ, നമ്മൾ പാവപ്പെട്ടവരായതോർത്ത് നീ ദുഃഖിക്കേണ്ട, അപ്പൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മള് സന്തോഷത്തോടെ ജീവിക്കാൻ നീ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്, അമ്മയെ നോക്കണം എന്നൊക്കെ തോബീദ് എന്ന അപ്പൻ പറഞ്ഞു കൊടുക്കുമ്പോ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ തോബീദ് എന്ന അപ്പൻ ഒരിക്കലും ദൈവത്തെ മറന്നിട്ടില്ല. ആ അപ്പൻ പകർന്നു കൊടുത്തത് എന്താ? ഉള്ളിലെ ആത്മീയതയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് എത്ര മാതാപിതാക്കന്മാർക്ക് നെഞ്ചത്ത് കൈവച്ചു പറയാൻ പറ്റും, എന്റെ മാതാപിതാക്കള് എനിക്ക് പകർന്നു തന്ന വിശ്വാസം എന്റെ മക്കൾക്ക് ഞാൻ പകർന്നു കൊടുത്തുവെന്ന്. എന്റെ കുടുംബത്തില് ഞാൻ അനുഭവിച്ച സ്വസ്ഥതയും സമാധാനവും സ്നേഹവും പങ്കുവയ്പും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പിതാവ് ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ കരഞ്ഞു പറഞ്ഞതാണ്, എന്റെ മാതാപിതാക്കള് എനിക്ക് പകർന്നു തന്ന സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, പങ്കുവയ്പിന്റെ അനുഭവം ഇന്ന് എന്റെ കുടുംബത്തിലില്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ എന്താ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തത്? നിങ്ങൾ അവരെ പഠിപ്പിച്ചു. കണക്ക് പഠിപ്പിച്ചത് കൊണ്ടോ സയൻസ് പഠിപ്പിച്ചത് കൊണ്ടോ കാര്യമില്ല. മക്കളെ കണക്ക് പഠിപ്പിച്ചാൽ അവര് കണക്ക് കൂട്ടി നിങ്ങളെ കുറക്കും. അതാണ് ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല മാതാപിതാക്കളും മക്കൾക്ക് ഭാരമായിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കളെ കൊല്ലുന്ന മക്കള് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. ചിന്തിക്കുക, ധ്യാനിക്കുക. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ നീ എന്താണ് സ്വന്തമാക്കിയത്? നീ എന്താണ് നിന്റെ മക്കൾക്ക് കൈമാറിയത്? പരിശുദ്ധ അമ്മ ജീവിതത്തിൽ സ്വന്തമാക്കിയത് ദൈവത്തെയാ. അവരുടെ കുടുംബത്തില് എന്നും ദൈവമുണ്ടായിരുന്നു. അതാണ് ആ തിരുക്കുടുംബത്തിന്റെ വിജയം. അവിടെ എന്നും ഈശോയുണ്ടായിരുന്നു. ഒറ്റ പ്രാവശ്യം മാത്രമാണ് അവർക്ക് ഈശോയെ നഷ്ടപ്പെട്ടത്. അത് കണ്ടെത്തി സ്വന്തമാക്കുകയാണ്. ആ കുറവ്
അവർക്ക് അനുഭവിച്ചപ്പോൾ ആ ഈശോയെ സ്വന്തമാക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ദൈവം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് കരുതലായി താങ്ങായി നിന്റെ കൂടെയുള്ള ദൈവത്തെ നീ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് സ്വന്തമാക്കണം. സഹനത്തിന്റെ നടുവിൽ നമ്മൾ ആരും ഒറ്റക്കല്ല പ്രിയപ്പെട്ടവരെ. ഈ തകർച്ചയും ഈ പ്രതിസന്ധിയും ഒക്കെ മാറും. കാരണം നമുക്ക് എളുപ്പമാണ് ജീവിതം. ഒരു സംഗീതം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിരിക്കാൻ കഴിയുക എളുപ്പമാണ്. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞിരിക്കുമ്പോഴും ചിരിക്കാൻ കഴിയുന്നതിലാണ് മനുഷ്യ മഹത്വം കുടികൊള്ളുന്നത്. എല്ലാം തകിടം മറിഞ്ഞിരിക്കുമ്പോഴും ചിരിക്കാൻ കഴിയുന്നതിലാണ് മനുഷ്യ മഹത്വം കുടികൊള്ളുന്നത് എന്ന് പരിശുദ്ധ അമ്മ തന്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതവും ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ സ്വന്തമാക്കി ആ ദൈവത്തെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും കൊടുക്കുന്നവരാകാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എപ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. ക്രിസ്തു ചൈതന്യം സത്യവിശ്വാസവും ലോകത്തിന് പകർന്നു നൽകുന്ന കത്തോലിക്ക തിരുസഭയെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകമായി ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മഞ്ഞമ്മൽ കർമ്മലീത്ത സഭയുടെ പ്രൊവിൻഷ്യൽ വെരി റവറൽ ഡോക്ടർ തോമസ് അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ സെൽട്ടൻ അച്ഛനെയും ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ ചൈതന്യത്തിലും ദൈവവരപ്രസാദത്തിലും സഭയെ നയിക്കുന്നതിന് വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടിനു അച്ഛനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങേ അരൂപിയുടെ ശക്തിയാൽ നയിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന അങ്ങേ ആഹ്വാനം സ്വീകരിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്ന മിഷനറിമാർക്ക് ശക്തിയും ധൈര്യവും സമാശ്വാസവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അമ്മയും സഹരക്ഷകയുമായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനം കർമ്മലീത്ത ദിനമായി ആഘോഷിക്കുമ്പോൾ ആഗോള കർമ്മലീത്ത സഭയെയും പ്രത്യേകിച്ച് അവിടുത്തെ സ്നേഹവും സുവിശേഷവും പങ്കുവച്ച് സേവനം ചെയ്യുന്ന കർമ്മലീത്ത സഭയെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. മഞ്ഞമ്മൽ സഭയുടെ പ്രൊവിൻഷ്യൽ വെരി റവറൽ ഡോക്ടർ തോമസ് അച്ഛനെയും അൽമായ കർമ്മലീത്ത സഭയുടെ പ്രൊവിൻഷ്യൽ ഡെലിഗേറ്റ് വർഗീസ് കണച്ചുകാട്ടിലച്ഛനെയും അൽമായ കർമ്മലീത്ത സഭയിലെ എല്ലാ അംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരുതലും കാവലും തിരുവുത്തരീയത്തിൻ്റെ സംരക്ഷണവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു എന്നരുൾ ചെയ്ത യേശുനാഥ, അങ്ങേക്ക് പ്രീതികരമായ വിധം ജീവിച്ച് സ്വർഗലോകം പ്രാപിച്ച പുണ്യചരിതരോടൊപ്പം എല്ലാ സഹോദരങ്ങളും അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശനം അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ഒരു നിമിഷം നമുക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ മറ്റെല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കാം. നമ്മുടെ ഹൃദയ വിചാരങ്ങളൊക്കെ ദൈവത്തിന് മുന്നിൽ തുറന്നു വയ്ക്കാം. മറച്ചു വയ്ക്കുവാനായിട്ട് ഒന്നുമില്ലാത്ത ചിന്തകളും പ്രവൃത്തികളുമായി നമുക്ക് ഈ നിമിഷമായിരിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശത്തിലൂടെ സഹനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ മുഖം തിരിക്കാതിരിക്കുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പ്രത്യാഘാതങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സംഭവിക്കുന്നതാണെന്നും ഇവയൊക്കെ ഞങ്ങളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉദ്ദീപ്തമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാനും നീതിക്ക് വേണ്ടി പ്രസംഗിക്കുവാനും നീതിക്ക് വേണ്ടി ജീവിക്കുവാനും നമ്മുടെ നാടിനും നാട്ടാർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് വ്യക്തികളെയൊക്കെ ഓർക്കുന്നതോടൊപ്പം പ്രത്യേകമായിട്ട് ഇന്ന് ഈ മഞ്ഞുമ്മൽ നാടിനെയും ഇവിടുത്തെ നിവാസികളെയും അവരുടെ നിയോഗങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങു തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അങ്ങു തന്നതല്ലാതെ എൻ ജീവിതത്തിൽ ഒന്നുമില്ലെൻ്റെ ദൈവമേ. അങ്ങു തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ലെൻ്റെ ദൈവമേ. എൻ്റെ സ്നേഹമേ, നിന്റെ തിരുമുൻപിൽ സർവ്വതും ഞാനേകിടുന്നു. എൻ്റെ സ്നേഹമേ, നിന്റെ തിരുമുൻപിൽ സർവ്വതും ഞാനേകിടുന്നു. സ്വീകരിച്ചാലും മോദമോടെന്നും ഹൃദയാർപ്പണം ചെയ്തിടുന്നു എൻ്റെ ജീവദായക, എൻ്റെ സ്നേഹദായക. അങ്ങു തന്നതല്ലാതെ എൻ ജീവിതത്തിൽ ഒന്നുമില്ലെൻ്റെ ദൈവമേ. ആ ആ
തന്നതല്ലാതെയും ജീവിതത്തിൽ ഒന്നുമില്ലെന്റെ ദൈവമേ. എന്റെ സ്നേഹമേ, നിന്റെ തിരുമുൻപിൽ സർവ്വതും ഞാനേകിടുന്നു. എന്റെ സ്നേഹമേ, നിന്റെ തിരുമുൻപിൽ സർവ്വതും ഞാനേകിടുന്നു. സ്വീകരിച്ചാലും മോദമോടെന്നും ഹൃദയാർപ്പണം ചെയ്തിടുന്നു. എന്റെ ജീവദായക, എന്റെ സ്നേഹദായക. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപകരങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുപോലെ ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തരാകാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്ന് അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച പരിശുദ്ധ കന്യകയിൽ അങ്ങേ പുത്രന് സമുചിതമായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹര വധുവായ സഭയുടെ ആരംഭമായി അങ്ങ് ദ്യോതിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ കന്യക ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യാനുള്ളവളാകുന്നു. ഈ കന്യകയെ എല്ലാവർക്കും ഉപരിയായി അങ്ങേ ജനത്തിന് കൃപയുടെ മധ്യസ്ഥയെ വിശുദ്ധിയുടെ മാതൃകയായും അങ്ങ് നിയോഗിച്ചു. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ആഹ്ലാദപൂർവം അങ്ങ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും
ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങൾ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ അമ്മത്രേസ്യയോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ കൊച്ചുത്രേസ്യയോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും മെത്രാൻ പദവിയിലുമുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ
വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതിനോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങൾ സമാധാന കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചു കൊണങ്ങക്കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദിവ്യകാരുണ്യമേ, കൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയാ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൽ ഭൂവി, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ വൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. സ്നേഹം ഓരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതെ അർപ്പിക്കാം. സ്നേഹം ഓരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവ്വം ആപാദേ അർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ദിവ്യ സൗഭാഗ്യം അങ്ങിന്റെ സ്വന്തം. ആത്മാവുണർന്നു നിൻ സ്തുതിഗീതികളാ. മഴയായി പൊഴിയൂ മനസ്സിൽ ഭൂവി, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ വൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ.
പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക്. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് കർമ്മലീത്തർക്ക് ഈ മഞ്ഞുമ്മൽ ഈ ദിനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ കർമ്മലീത്തർക്ക് ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഈ ദിനം ഏറ്റവും പ്രധാനപ്പെട്ടതാണോ, അതുപോലെ മഞ്ഞുമക്കാർക്ക് മുഴുവനും ഇത് പ്രധാനപ്പെട്ട ദിനം തന്നെയാണ്. കാരണം ഈ കർമ്മലീത്തർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് പ്രകാരമാകുമായിരുന്നില്ല. പ്രത്യേകമായും പരിശുദ്ധ കർമ്മല മാതാവിന് നന്ദി പറയുകയാണ് ഈ ഒരു ദിനത്തിന്, സംരക്ഷിക്കുന്നതിന്, തൻ്റെ ഉത്തരീയത്തിൻ്റെ സംരക്ഷണയിൽ ഈ നിമിഷം വരെ കാത്തു സൂക്ഷിച്ചത്. ഇന്ന് ഈ ദിനം നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഫാദർ പ്രൊവിൻഷ്യൽ തോമസ് മരോട്ടിക്കാപ്പറമ്പിലച്ചന് നന്ദി പറയുകയാണ്. തിരക്കുകൾക്ക് നടുവിലാണ്, ഒത്തിരി ഓട്ടത്തിലാണ്, എനിക്കറിയാം. എങ്കിലും ഈ കുടുംബത്തിലേക്ക്, ഈ തറവാട്ടിലേക്ക് ഇന്നീ ദിനം എത്രയും സ്നേഹത്തോടെ വിളിച്ചില്ല എങ്കിലും വരുമെന്നെനിക്കറിയാം. വിളിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി ഇന്നീ ദിനം നമ്മളോടൊപ്പമാണ്. ഈ ബലിയർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർമ്മലീത്തർക്ക് വേണ്ടി മാത്രമല്ല, അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ നാടിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, നിന്റെ സംരക്ഷണത്തിൽ ഉത്തരീയത്തിൻ്റെ ഉള്ളിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. സ്നേഹ ബഹുമാനപ്പെട്ട പെരിയ പ്രൊവിൻഷ്യൽ അച്ഛ, ഈ ഇടവകയുടെ മുഴുവൻ്റെയും പേര്, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റിമാരുടെ മരിയൻ ഗ്രൂപ്പിൻ്റെ പേരിൽ, ഇന്നീ ദൈവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രത്യേകിച്ചും അൽമായ കർമ്മലീത്ത സഭയുടെ കൊമ്പ്രേരിയ അംഗങ്ങളുടെ, മറ്റ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളുടെ പേരിൽ, ദൂരങ്ങളിൽ ഈ ഇന്നത്തെ ദിവ്യബലി പങ്കുചേർന്നിരിക്കുന്ന സഹോദരങ്ങളുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ അച്ഛന് നന്ദി പറയുകയാണ്. അച്ഛൻ്റെ ഉദ്യമങ്ങളെ, നല്ല കാര്യങ്ങളെ എത്രയും സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഇന്ന് വചന സന്ദേശം നൽകിയത് സ്നേഹബഹുമാനപ്പെട്ട സെൽട്ടൻ കാക്കരിയിൽ അച്ഛനാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എപ്രകാരം ജീവിക്കണമെന്ന്, സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ, പ്രശ്നങ്ങൾക്ക് നടുവിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ധൈര്യപൂർവ്വം ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, അതോടൊപ്പം തന്നെ നമുക്ക് തമ്പുരാൻ നൽകിയ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ നല്ല പാരമ്പര്യങ്ങളെ മറ്റുള്ളവർക്ക്, മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്ന് ശക്തമായി തന്നെ നമ്മുടെ പ്രവാചക ദൗത്യത്തോടെ സംസാരിച്ച് നമ്മെ ഉദ്ബോധിപ്പിച്ച സ്നേഹബഹുമാനപ്പെട്ട സെൽട്ടൻ അച്ഛന് ഈ ദൈവാലയത്തിലുള്ള സർവരുടെയും നാമത്തിൽ, പ്രസിഡന്റിമാരുടെ നാമത്തിൽ, ഇടവകയുടെ മുഴുവൻ്റെയും നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇന്നീ ദിനം തീർച്ചയായും ഞങ്ങൾക്ക് മഞ്ഞുമ്മൽ കർമ്മലീത്ത സഭയ്ക്ക് സാധാരണഗതിയിൽ ഒത്തിരി ആനന്ദത്തിൻ്റെ ഒരു ദിനമാണ്. വൈദികർക്ക് മാത്രമല്ല, ബ്രദേഴ്സിന് മാത്രമല്ല, പഠിക്കുന്ന സർവർക്കും, സർവ ആശ്രമങ്ങൾക്കും. കാരണം ഈ ദിനം സാധാരണ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും. പ്രത്യേകമായൊരു സാഹചര്യം നാം അനുവദിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇന്നിവിടെ എത്തിച്ചേർന്ന ഒത്തിരി വൈദികരുണ്ട്. രാവിലെ മുതൽ ഇവിടെ വന്നുപോയവരുണ്ട്. ഇന്നത്തെ ഈ ദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ചവരുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നവരെയും ഞങ്ങൾക്ക് ആശംസകൾ അറിയിച്ചവരെയും പരസ്പരം പ്രാർത്ഥിക്കുവാൻ വാഗ്ദാനം ചെയ്തവരെയും ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. ദൈവകരങ്ങളിൽ അവരെ സമർപ്പിക്കുന്നു. നാളെ തിരുനാൾ ദിനമാണ്. രാവിലെ 6 മണിക്ക് ദിവ്യബലി, 10 മണിക്ക് അതിരൂപത മെത്രാപ്പോലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ ആഘോഷമായ തിരുനാൾ ദിവ്യബലി, 12 മണിക്ക് ദിവ്യബലി, 2 മണിക്ക് ദിവ്യബലി, 3 മണിക്ക് ദിവ്യബലി, വൈകിട്ട് 5:30 ദിവ്യബലി. 6 ദിവ്യബലികൾ നാളെ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഇടവകയുടെ പ്രത്യേകമായ അവസ്ഥയെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരുമിച്ചായിരിക്കാം നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഇടവകയെ പൂർണ്ണമായും, ഓരോ കുടുംബത്തെയും, വ്യക്തിയെയും, ഇടവകയുടെ പ്രത്യേകമായ സാഹചര്യങ്ങളെയും നമുക്കറിയാം. ഓരോ ദിനവും പ്രാർത്ഥനകൾ ഒത്തിരി ചൊല്ലിക്കൂട്ടുന്നുണ്ട് ഇടവകയ്ക്ക് വേണ്ടിയൊക്കെ. നാം എല്ലാ പ്രാർത്ഥനകളും മനസ്സിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ആവശ്യം സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമാണ്.
അത് അമ്മ നമുക്ക് നൽകും. പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഈ രാത്രിയും നാളെയും നമുക്ക് പ്രത്യേകമായ പ്രാർത്ഥനകൾ ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഇടവകയിലെ ഓരോ കുടുംബത്തിനു വേണ്ടിയും ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഉണ്ടായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നും ഒത്തിരി പേർ വിളിച്ചിരുന്നു. രോഗികളായിരിക്കുന്നവർ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർ, മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, പുരപണി നടക്കാത്തവർ, പുരപണി പൂർത്തിയാകാത്തവർ, പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാൻ സാധിക്കണം. ഇതൊരു ഉത്തരവാദിത്വമാണ്. ഓരോ വർഷവും ഇവിടെ വന്നു പോകുന്ന വിശ്വാസികളും മറ്റുള്ളവരുമൊക്കെ ഇന്ന് വിളിച്ചും ഇവിടെ വന്നും കണ്ടപ്പോഴുമൊക്കെ പറഞ്ഞു പോയ പ്രാർത്ഥനകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ നൽകുകയാണ്. പ്രാർത്ഥിക്കാം നമുക്ക് അവർക്ക് വേണ്ടി. അവരുടെ എല്ലാ നിയോഗങ്ങളെയും ആത്മാർത്ഥമായി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഈ ദിവ്യബലിക്ക് ശേഷം സാധാരണയിൽ വ്യത്യസ്തമായി ഓരോ ദിനങ്ങളിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം നമ്മുടെ ഇടവകയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകമായി ഓർക്കുക, നിയുക്തരായിരിക്കുന്നവർ മാത്രമായിരിക്കണം ഈ രൂപത്തോടൊപ്പം പോകേണ്ടത്. മുൻപിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ട, പിറകിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ട. ഇത് ഇപ്പോഴത്തെ ഓർക്കുക, നിയുക്തരായവർ മാത്രം അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിലായിരിക്കും. ഓർക്കുക, ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി തെക്കോട്ട് നീങ്ങി ഗാർഡിയൻ ഏഞ്ചൽസ് പബ്ലിക് സ്കൂളിൻ്റെ മുൻപിൽ വന്ന് അവിടെ നിന്നും തിരികെ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി തെക്കോട്ട് ഫാറ്റിമായും കഴിഞ്ഞ് മുട്ടാർ വരെ പോയി തിരികെ ഈ പള്ളിക്ക് മുൻപിൽ നിന്നും വീണ്ടും പടിഞ്ഞാട്ട് പോയി ചേരാനൂർ കടവ് വരെ പോയി വീണ്ടും തിരികെ വന്ന് വടക്കോട്ട് പോയി ഏലൂർ സർക്കിൾ ചുറ്റി നാം ഈ ദൈവാലയത്തിൽ പരിശുദ്ധ അമ്മയെ തിരികെ കൊണ്ടുവരികയാണ്. ഇത് ദർശന തിരുനാളാണ്. അമ്മയെ ദർശിക്കുവാനുള്ള അവസരമാണ്. അതിനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കണം. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ നമുക്കൊരുമിച്ചായിരിക്കാം. ഇനിയും ഇത് കഴിഞ്ഞുള്ള ഈ യാത്രയിൽ അമ്മയോടൊപ്പമായിരിക്കാം. ദൂരങ്ങളിലായിരിക്കുന്നവർ, പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്നവർ, നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് അമ്മയെ വീക്ഷിക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സായാഹ്നത്തിൽ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. ഒരിക്കൽ കൂടി ഈ സായാഹ്നത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ഇന്നീ ദിനത്തിൽ സഹകരിച്ചവരെ പ്രത്യേകമായി ഓർക്കുകയാണ്. നന്ദിയോടെ ഈ പ്രദക്ഷിണവുമായി മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊന്നിച്ചായിരിക്കാം. വിശ്വാസത്തിൽ ആർഭാടങ്ങളിൽ നിന്നകന്ന് വിശ്വാസത്തോടെ കുടുംബത്തെയും അയൽവാസികളെയും ഈ സമൂഹത്തെയും അമ്മയുടെ ഉത്തരീയത്തിൻ്റെ തണലിലേക്ക് ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്കെല്ലാവരെയും ഈ പ്രാർത്ഥനാ വേളയിൽ ഓർക്കാം. ടൈറ്റസ് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. പ്രത്യേകമായിട്ട് മഞ്ഞുമ്മൽ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരു നാടുമില്ല, ഒരു വീടുമില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാടും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള ഒരു നാട് തന്നെയാണ്. ഇവിടുത്തെ ഓരോ വീടും നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധയായ കന്യകാമറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കുദാശ ഞങ്ങളുടെ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ആമേൻ. ജീവൻ്റെ ഉടയവനെ സ്വീകരിക്കുവാൻ അർഹയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ആമേൻ.
ഭക്തിനിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ പോകുവിൻ. ഈ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതിൽ നിന്ന് നാളെ ഒരു കാര്യം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നത് നാളെ 10 മണിക്കത്തെ ദിവ്യബലിക്ക് ശേഷമായിരിക്കും പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം സന്ദർശിക്കുവാനുള്ള അവസരമെന്നാണ്. പക്ഷേ ഇന്നത്തെ ആളുകളുടെ തിരക്ക് കണ്ടിട്ട് നാളെ രാവിലെ 6 മണിക്കത്തെ ദിവ്യബലിക്ക് ശേഷം പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപം നാം പുറത്തേക്കെടുത്ത് വയ്ക്കുകയാണ്. പ്രത്യേകമായിട്ട് ഓർക്കുക, രാവിലെ 6 മണിക്കത്തെ ദിവ്യബലിക്ക് ശേഷം തിരുസ്വരൂപം കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ വന്ന് ആ പ്രാർത്ഥന നടത്തുവാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. വൈകുന്നേരത്തേക്ക് ആരും അത് കാത്തുവയ്ക്കരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്.